ഇത് ഈ ഒരു ചമ്മന്തി ഉണ്ടോ, ഇതൊരു വേറെ ലെവൽ സാധനമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇഡ്ഡലിയൊക്കെ 8-10 ഈസി ആയിട്ട് പോകും കേട്ടോ. അതും ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ അപാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലായിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് എളുപ്പമായിട്ട് ഉണ്ടാക്കി വെക്കാം. ഇപ്പം തന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്തോ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. അതിനുശേഷം ഒരു വലിയുള്ളി, അതായത് ഒരു സവാള, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് അടുത്ത് ഇട്ട് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പില കേട്ടോ. നല്ലൊരു മണമൊക്കെ കൊടുക്കും ഇതിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇതേ കളർ ഏകദേശം ഇതേപോലെയായി. അപ്പോൾ അതിലോട്ട് അടുത്തിടുന്ന ഒരു തക്കാളിയാണ് കേട്ടോ, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സംഭവത്തിൻ്റെ കളറൊക്കെ ഇതേപോലെ ഉണ്ട് കേട്ടോ. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അടുത്ത ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ. വീഡിയോ കാണുന്ന പലരും നമ്മളിതുവരെ ഫോളോ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ അടിപൊളി എളുപ്പമുള്ള റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരും. കാരണം നമ്മളിതിപ്പോൾ നല്ല പോലെ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 3 ഇഡ്ഡലി എടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇതേ ചമ്മന്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആഹാ, കാണാൻ തന്നെ എന്താ രസമല്ലേ. എന്നിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഇങ്ങനെ പൊട്ടിച്ചെടുത്ത ചമ്മന്തിയിൽ വെച്ച് കഴിച്ചാണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.